പ്രചാരണ പരിപാടിക്കായി സർക്കാർ വകമാറ്റിയത് 1.5 കോടിയാണ് എന്ന കണക്കുകൾ പുറത്തുവരുന്നു. ഷെൽട്ടർ നിർമ്മിക്കാൻ നീക്കിവെച്ച തുകയിൽ നിന്നാണ് വകമാറ്റിയത്. പത്രപരസ്യങ്ങൾക്കും ഉദ്ഘാടന പരിപാടിക്കുമാണ് ഈ തുക വകമാറ്റിയത്. ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം തന്നെയാണ് ഈ തുക മാറ്റിവെച്ചിരുന്നത്. അതായത് 52,80,00,000 രൂപയാണ് ആകെ ഈ ഷെൽട്ടർ നിർമ്മാണത്തിന് വേണ്ടി ഈ പദ്ധതിയുടെ ഭാഗമായി മാറ്റിവെച്ചിരുന്നത്. ഇതിൽ 1.5 കോടി രൂപയാണ് IEC അതായത് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ PR ആക്ടിവിറ്റികൾക്ക് വേണ്ടി മാത്രം മാറ്റിയിരിക്കുന്നത്. അതായത് 52,80,00,000 രൂപ ഈ ഷെൽട്ടർ നിർമ്മാണത്തിന് വേണ്ടി പൂർണ്ണമായി ചെലവാക്കേണ്ടി വന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. കാരണം ഭൂമി ഏറ്റെടുക്കലടക്കം ഭൂമി ദാനമായി ലഭിച്ചതടക്കം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ സർക്കാരിന് തന്നെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരിച്ചതുപോലെ ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്നുള്ള പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ പ്രത്യേകം കണ്ടെത്തേണ്ടോ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തുക അതിനുവേണ്ടി ചെലവഴിച്ചില്ല. നേരത്തെ മാറ്റിവെച്ച 52,80,00,000 രൂപയിൽ നിന്ന് 1,50,00,000 രൂപയാണ് ഇപ്പോൾ ഈ പ്രചാരണ പരിപാടികൾക്കും ഇന്ന് തന്നെ നമ്മൾ വാർത്താ പത്രങ്ങളിലെല്ലാം ഏറ്റവും കവർ പേജ് തന്നെ ഈ പരസ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമാണ്. ആ പരസ്യങ്ങൾക്കും ഒപ്പം ഇന്ന് വൈകിട്ടുള്ള ഈ മമ്മൂട്ടി അടക്കം പങ്കെടുക്കുന്ന ഈ വലിയ പ്രചാരണ പരിപാടിക്കും ഇവയ്ക്കെല്ലാം ചേർത്താണ് 1.5 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചത്. കഴിഞ്ഞ 3 ദിവസം മുൻപ് 29-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കുന്നത്.